ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമാണ്. നമ്മുടെ കേരളത്തിന്റെ തനതായ ഫ്രൂട്ടായ ടെൻഡർ കൊക്കനട്ടിൽ നിന്ന് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. ഇതിന് വേണ്ടി ഒരു ബൗള് ഞാൻ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച്. അതുപോലെ ഇത് വിപ്പ് ചെയ്തെടുക്കാനുള്ള ബ്ലേഡും തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ട് വേണം വിപ്പ് ചെയ്തെടുക്കാൻ. പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. ഇത് നന്നായി വിപ്പായി വരണം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇത് ഫസ്റ്റ് ലോ സ്പീഡിലിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണിത്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ 1.25 കപ്പ് കിട്ടും. അപ്പൊ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് എടുത്താൽ മതി. അപ്പൊ 1 കപ്പ് പഞ്ചസാരയായി കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ ഇത് ചേർത്ത് നന്നായി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര നന്നായി മെൽറ്റായി വരുന്നത് വരെ നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം. ഈ സമയമൊക്കെ ലോ സ്പീഡിലിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി പതുക്കെ പതുക്കെ നമുക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പൊ ഇത് ഹൈ സ്പീഡിലിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തെടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇപ്പോൾ നല്ല സ്റ്റിഫ് പീസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നന്നായി യോജിച്ച് വരണം. അപ്പൊ നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പൊ ഇത് നല്ല സ്റ്റിഫ് ഫോം ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ടെൻഡർ കൊക്കനട്ടിന്റെ പൾപ്പാണ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഞാനിവിടെ 2 കരിക്കാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ പൾപ്പ് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കണം. ഇനി 1 കപ്പ് കരിക്കിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ലോ സ്പീഡിലിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതെല്ലാം നന്നായി യോജിച്ച് വരണം. തേങ്ങാപ്പാലും തേങ്ങാവെള്ളവും അതുപോലെ കരിക്കിന്റെ കാമ്പും എല്ലാം ചേർന്ന് നല്ലൊരു ടേസ്റ്റിയായ ഐസ്ക്രീം തന്നെയാണ് ഇത്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റണം. ഫ്രീസറിൽ ഒരു 12 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇത് സെറ്റായി കിട്ടുകയുള്ളൂ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഐസ്ക്രീം എടുക്കുന്നത്. ഐസ് ക്രിസ്റ്റൽ ഒന്നും ഇല്ലാതെ നമ്മുടെ ഐസ്ക്രീം നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റിന്റെ സ്പ്രിങ്കിൾസും സിൽവർ ബൗൾസിന്റെ സ്പ്രിങ്കിൾസും യൂസ് ചെയ്താണ് ഞാനിത് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ടിന്റെ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.